Yes, my dear friends, how are you all? Good, that's good. So I hope all of you guys enjoyed the first part of Indigo. I got some messages, comments, but not that much as I expected. So those who are watching, please do your comments and let me know the feedback of our class. Now, welcome you all to our classroom. Let's start the second part of the Indigo. So where we stopped last time? Yeah, Gandhiji received a letter. And what was the letter? Yes, the letter says that he has to go back to his town. Yeah, he has to leave the place. Then what he did? Gandhiji signed the letter with a note, with a sentence. What was the sentence? Yeah, he gonna disobey the order. He would disobey the order. So this is what happened. Like കയ്യിലൊരു ലെറ്റർ ഒക്കെ കിട്ടി തിരിച്ചു പോക്കോളാൻ പറഞ്ഞിട്ട് ഗാന്ധിജി എന്ത് ചെയ്തു? വളരെ ഫ്രണ്ട്ലി വിനയവും ആ കത്ത് മേടിക്കുകയും അതിലൊപ്പിടുകയും ചെയ്തു. പക്ഷേ he just add one sentence. What was the sentence? Yes, ഈ ഓർഡർ എന്നോട് തിരിച്ചു പോകാനുള്ള നിങ്ങളുടെ ഈ ഓർഡർ ഞാൻ തൽക്കാലം അനുസരിക്കാൻ പോകുന്നില്ല. I would disobey. I'm gonna disobey the order. അങ്ങനെയാണ് നിർത്തിയത്. Let's see what is the next scenes here. We're gonna, in consequence, Gandhi received a summons to appear in court the next day. In consequence, പരിണിതഫലമായി തന്നെ എന്ത് സംഭവിച്ചു? The very next day കോർട്ടിൽ നിന്നൊരു സമ്മൻസ് വന്നു. വേഗം കോടതിയിൽ ഹാജരാവാൻ പറഞ്ഞിട്ട്. All night Gandhi remained awake. He telegraphed Rajendra Prasad to come from Bihar with influential friends. He sent instructions to the ashram. He wired a full report to the viceroy. അപ്പം കോടതിയിൽ ഹാജരാൻ വേണ്ടിയിട്ടുള്ള അറിയിപ്പ് വന്നെന്ന് കണ്ടപ്പോഴത്തേക്കും ഉറക്കെല്ലാം പോയി. വേഗം നെക്സ്റ്റ് പ്രിപ്പറേഷൻ, അടുത്ത പ്രിപ്പറേഷനാണ്. അതായത് ഇനി എന്താ ഉണ്ടാവുക അറിയില്ല. ചിലപ്പോൾ അറസ്റ്റ് ചെയ്യാം, ജയിലിലിടാം, എന്തും സംഭവിക്കാം അല്ലേ. അപ്പോൾ കാരണം ആൾ പ്രിപ്പയർ ആവണം. അപ്പോൾ അതിനുള്ള ഗാന്ധിജിയുടെ ഭാഗത്തുനിന്നുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ആയിരുന്നു. രാജേന്ദ്ര പ്രസാദിനെ ടെലിഗ്രാം രാജേന്ദ്ര പ്രസാദ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു കം ഫ്രം ബിഹാർ വിത്ത് ഇൻഫ്ലുവൻഷ്യൽ ദോസ് ഹു ഹാവ് സം ഇൻഫ്ലുവൻഷ്യൽ ഇൻ ദ പൊളിറ്റിക്സ് ഓർ ദോസ് ഹു ഹാവ് ദ കപ്പാസിറ്റി ടു ഹെൽപ്പ് ഹിം, എല്ലാവരായിട്ട് തിരിച്ചു വരാൻ വേണ്ടി ടെലഗ്രാം അയച്ചു. അതുപോലെ തന്നെ ഹി സെൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു ദ ആശ്രം ഓഫ് കോഴ്സ്. അപ്പോൾ ഗാന്ധിജി കുറച്ച് നാളായിട്ട് ചമ്പരനിലാണ്. അപ്പോൾ ആശ്രമത്തെ കാര്യങ്ങളൊക്കെ അവിടേക്ക് ഇൻസ്ട്രക്ഷൻസും അവരെന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിനുള്ള ഇൻസ്ട്രക്ഷൻസ് അയച്ചു. ആൻഡ് ഹി വൈഡ് എ ഫുൾ റിപ്പോർട്ട് ടു ദ വൈസ്രോയി. അതായത് വൈസ്രോയിനെ എല്ലാ എന്താ പറയുക, ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടും അയച്ചു. അപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും ആളുടെ ഭാഗത്തുനിന്നുള്ള പ്രിപ്പറേഷൻ, അഥവാ ഇൻ കേസ് ഗാന്ധിജി ജയിലിൽ ആകപ്പെടുകയാണെങ്കിൽ ഈ സമരം അതോടെ നിന്ന് പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും ഗാന്ധിജിയുടെ ഭാഗത്ത് നിന്ന് എടുത്തു. ഇനി next morning found the town of Motihari black with peasants. They did not know Gandhi's record in South Africa. They had merely heard that a Mahatma who wanted to help them was in trouble with the authorities. So what was the face of the next morning? Yes, the next morning it was like black with the peasants. That means the Motihari is full of the peasants. നമ്മുടെ പിന്നെ കോർട്ട് ഹൗസിൻ്റെ ചുറ്റും ആ മോത്തിഹാറിലെ ചാമ്പനിലെ എല്ലാ ഫാർമറും ഒന്നാകെ സംഘടിച്ച് നിൽക്കുന്നതാണ് അടുത്ത പ്രഭാതം കണ്ടത്. ദി ഡിഡ് നോട്ട് നോ ഗാന്ധിസ് റെക്കോർഡ് ഇൻ സൗത്ത് ആഫ്രിക്ക. അവർക്ക് ഗാന്ധിജി ആരാണെന്നും സൗത്ത് ആഫ്രിക്കയിലെ ഗാന്ധിജിയുടെ റെക്കോർഡും അവിടെ വിജയിച്ച വിജയവും അല്ലെ അവിടെ ചെയ്ത കാര്യങ്ങളൊന്നും അറിയില്ല. വാട്ട് ദേ നോ, അവർക്ക് എന്താണ് അറിയുക വെച്ചാൽ ജസ്റ്റ് ദേ ന്യൂ ദാറ്റ് ഹീസ് എ മഹാത്മാ, എ പേഴ്സൺ ഹു കെയിം ഹിയർ ടു ഹെൽപ്പ് അസ്. ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് ഒരു ആവശ്യം വന്നപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അതോറിറ്റിയോട് സംസാരിക്കാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അയാൾക്ക് എന്തോ ഒരു പ്രോബ്ലം പറ്റിയിട്ടുണ്ട് ഫ്രം ദ സൈഡ് ഓഫ് അതോറിറ്റീസ്. അതോറിറ്റീസ് ഹിയർ മീൻസ് യെസ്, അവിടെ ഇപ്പോൾ ഭരിക്കുന്നതാരായിരിക്കും? ഓഫ് കോഴ്സ് ബ്രിട്ടീഷ്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് അവിടുന്ന് എന്തോ ഒരു പ്രോബ്ലം പറ്റിയിട്ടുണ്ട്, അദ്ദേഹത്തിന് എന്തോ പ്രശ്നം പറ്റാൻ പോകുന്നുണ്ട്. സോ വി ഹാവ് ടു ഒപ്പോസ്. അത് അറിഞ്ഞുകൊണ്ട് മാത്രം ഇത്രയും വലിയൊരു ജനക്കൂട്ടം, ഇത്രയും ഫാമേഴ്സ് അവിടെ തടിച്ചുകൂടിയെന്നാണ് പറയുന്നത്. Their spontaneous demonstration in thousands around the courthouse was the beginning of their liberation from fear of the British. Liberation from the fear of the British.
ബ്രിട്ടീഷിനോടുള്ള ഭയം, അതിൽ നിന്നുള്ള മോചനത്തിൻ്റെ തുടക്കമായിരുന്നു ആ ഒത്തുകൂടൽ. ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഗാന്ധിജിക്കെതിരെ നടപടിയെടുക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഒത്തുകൂടി ഫാമേഴ്സ് അവിടെ. ഇതായിരുന്നു ബ്രിട്ടീഷുകാരോടുള്ള അവരുടെ ഭയം, അതിൽ നിന്നുള്ള ആ ഒരു ലിബറേഷൻ, ആ സ്വാതന്ത്ര്യത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ സ്പോണ്ടേനിയസ് ഡെമോൺസ്ട്രേഷൻ മീൻസ് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ്. അവർ ഇങ്ങനെ ഒത്തുകൂടണമെന്നും അതിനെതിരെ പ്രതിരോധിക്കുന്നു അവർ ഒരിക്കലും മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം വെരി നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഇത് സംഭവിക്കുന്നത്. ഈവനിങ്ങിന് സംഭവിച്ചു. മോർണിംഗ് ഈ ബോത്തിഹാരി ഉണർന്നത് ഇത് കണ്ടിട്ടാണ്. ഈ ഗ്രാമം ഉണർന്നത് ഈ ജനക്കൂട്ടത്തോടു കൂടിയാണ്. കാരണം അവരൊന്നും ചിന്തിച്ചില്ല. ഓഫ് കോഴ്സ് വി നീഡ് അവർ ലീഡർ ബാക്ക്, വി നീഡ് അവർ ചാമ്പ്യൻ ബാക്ക്. അപ്പോൾ അവിടെ ഒന്നും ആലോചിച്ചില്ല. അപ്പോൾ ഇവിടെ ഇതിൽ നിന്നും ഇതാണ് അവരുടെ തുടക്കം. കാരണം അവർ ഇത്രയും കാലം മിണ്ടാതിരുന്നു. ഈ ലാൻഡ് ലോഡ്സിൻ്റെ എല്ലാ കഷ്ടപ്പാടും സഹിച്ചു. അവർ പറഞ്ഞ പോലെ അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർ കൃഷി ചെയ്തു. കാരണം അവരുടെ ഭയമായിരുന്നു അവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനുള്ള ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലുള്ള ബ്രിട്ടീഷുകാരുടെ അവർക്ക് ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരവരെ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തു ആര് ബ്രിട്ടീഷുകാർ. ഇപ്പോൾ ദിസ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ ലിബറേഷൻ ഫ്രം ദ ഫിയർ ടു ദ ബ്രിട്ടീഷ്. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. So this was the beginning of their liberation. അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ തുടക്കമായിരുന്നു. എങ്ങനെയെന്ന് പറയുന്നത് ഫ്രം ഫിയർ ഓഫ് ദ ബ്രിട്ടീഷ് ജനതയോടുള്ള അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോടുള്ള അവരുടെ ഭയത്തിൽ നിന്നും അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്നല്ലേ ആദ്യം ഗാന്ധിജി പറഞ്ഞത് ഫസ്റ്റ് പാർട്ടിൽ ഓർമ്മയില്ലേ? യെസ്, അതിൻ്റെ തുടക്കമാണ് നമ്മളിപ്പോൾ കണ്ടത്. Now the officials felt powerless without Gandhi's cooperation. He helped them regulate the crowd. He was polite and friendly. He was giving them concrete proof that their might, hitherto dreaded and unquestioned, could be challenged by Indians. Yes, അവിടെ നടന്ന സംഭവം. അപ്പം ഇത് അവിടെ അത്രയും ജനക്കൂട്ടത്തെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ഔട്ട് ഓഫ് ദ അതോറിറ്റി മീൻസ് ഇത് ബ്രിട്ടീഷ് പീപ്പിളിൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ ഗാന്ധിജിയുടെ സഹകരണം അവർക്ക് ആവശ്യമുണ്ട്. ഗാന്ധിജി ഇടപെട്ടുകൊണ്ട് തന്നെ അവരെ അവിടെ നിയന്ത്രിക്കുകയും ചെയ്തു. ഹി വാസ് പൊളൈറ്റ് ആൻഡ് ഫ്രണ്ട്ലി. അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ആസ് യൂഷ്വൽ എല്ലായിടത്തും എപ്പോഴും ഗാന്ധിജി അങ്ങനെയാണല്ലേ. എപ്പോഴും നിങ്ങൾ ഗാന്ധിജിയുടെ ഏത് ബുക്ക് വായിക്കുമ്പോഴും ഗാന്ധിയെക്കുറിച്ച് എന്ത് വായിക്കുമ്പോഴും ഏത് മൂവി കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ബ്രിട്ടീഷ് അവിടുന്ന് അങ്ങോട്ടുള്ള നമുക്ക് ലഭിക്കുന്ന ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്ന് ഗാന്ധിജി നോക്കാറില്ല. അതായത് ഗാന്ധിജി എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത് എന്നതിലായിരുന്നു ഗാന്ധിജിയുടെ ശ്രദ്ധ. ഹി മച്ച് ഗേവ് മോർ ഇമ്പോർട്ടൻസ് ഫോർ ദ ക്യാരക്ടർ whatever they are doing to us. നമ്മളോട് എന്ത് ചെയ്താലും ഞാൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് വ്യക്തമായൊരു പ്രിൻസിപ്പിൾ ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. അറിയാവുന്ന കാര്യമാണ്, ഒന്നുകൂടെ എടുത്ത് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇവിടെ പറയാണ് ഹി ഈസ് പൊലൈറ്റ് ആൻഡ് ഫ്രണ്ട്ലി. ഹി വാസ് ഗിവിംഗ് ദം കോൺക്രീറ്റ് പ്രൂഫ്. യെസ്, ഇത് നിങ്ങൾക്കുള്ള ഒരു സോളിഡ് എവിഡൻസ് ആണ്. നിങ്ങൾ നിങ്ങളുടെ അധികാരത്തെ, നിങ്ങളുടെ പവർ മിസ്യൂസ് ചെയ്താൽ, അല്ലെങ്കിൽ അത് മുൻകൂട്ടി നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളിത് മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ചാലഞ്ച് ഇന്ത്യൻ ഇന്ത്യൻ ജനതയിൽ നിന്നും നിങ്ങളൊരു വെല്ലുവിളി സ്വീകരിക്കേണ്ടി വരും എന്നതിനുള്ള സോളിഡ് എവിഡൻസ് ആണ് ഇന്നത്തെ ഈ സംഭവം എന്ന് ഗാന്ധിജി കാണിച്ചു കൊടുക്കുകയായിരുന്നു. അല്ലേ? ആണ്. അവർ എന്താ ഇവിടെ പവർ മിസ്യൂസ് ചെയ്തെന്ന് പറയാൻ കാരണം ഓഫ് കോഴ്സ് അവർ ഇന്ത്യയിൽ കയറി വരികയും നമ്മുടെ രാജ്യത്ത് വന്ന് നമ്മളെ കയറി ഭരിക്കുകയും അവർ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുകയും ഈ പാവപ്പെട്ട പേഴ്സൺസിൻ്റെയൊക്കെ എന്ത് ന്യായമാണ് ആ റോളിൽ ഉണ്ടായിരുന്നത്? അവർ പറയുന്നത് കൃഷി ചെയ്യുക, അവർ വന്ന് ഇവർക്ക് കൊടുക്കുക. സോ വാട്ട് ഇസ് ദ റോൾ ഓഫ് ദ പീപ്പിൾ? നമ്മൾ ഓരോ ഡിസ്കസ് ചെയ്തതാണ്, ഇനി വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനൊക്കെ എതിരെ നിങ്ങളൊരു നാൾ ഇന്ത്യൻ ജനതയിൽ നിന്ന് വെല്ലുവിളി നേരിടേണ്ടി വരും എന്നുള്ള സോളിഡ് എവിഡൻ്റ് ആണ് ഇന്നിവിടെ സംഭവിച്ചത് എന്ന് ഗാന്ധിജി കാണിച്ചു കൊടുക്കുകയായിരുന്നു. The government was baffled. Government was confused. Government തികച്ചും കൺഫ്യൂസ്ഡ് ആയി. അവർക്ക് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല. The prosecutor requested to the judge to postpone the trial. Apparently the authorities wished to consult their superiors. Of course. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ പ്രോസിക്യൂട്ടർ എന്ത് ചെയ്തു? ജഡ്ജിനോട് റിക്വസ്റ്റ് ചെയ്തു, ഇന്നത്തെ ട്രയൽ നിങ്ങൾ മാറ്റിവെക്കണം, ഇന്നത്തെ വിചാരണ മാറ്റിവെക്കാണ്ട് റിക്വസ്റ്റ് ചെയ്തു. അപ്പാരൻ്റ്ലി തികച്ചും ഒബിയസ്ലി അവിടെ നിലവിലുള്ള ഭരിക്കുന്ന ബ്രിട്ടീഷ് പീപ്പിളിനും ഒരു കൺഫ്യൂഷൻ വന്നു. They need to discuss with their സുപ്പീരിയോറിറ്റീസ്. അപ്പോൾ അവരുടെ സുപ്പീരിയറുമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇന്നത്തെ ട്രയൽ നടക്കില്ല, അത് മാറ്റിവെക്കാൻ ഇവർ തീരുമാനിച്ചു. Gandhiji protested against the delay. He read a statement pleading guilty. He was involved. He told the court in a conflict of duties on
the one hand, not to set a bad example as a lawbreaker. On the other hand, to render the humanitarian and national service for which he had come. It's a very important paragraph. Delay വന്നപ്പോൾ ഗാന്ധിജി പ്രൊട്ടസ്റ്റ് ചെയ്തു. He objected. No. എനിക്ക് എന്തുകൊണ്ട് ഡിലേ? നിങ്ങൾ ക്ലിയർ ചെയ്യണം. വാട്ട് ഈസ് ദ മിസ്റ്റേക്ക് ഐ ഹാവ് ഡൺ? ക്ലിയർ ഇറ്റ്. അതായത് നിങ്ങളുടെ സമയമെടുത്ത് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് കുറ്റവിചാരണ വരെ ഒരു ചെയ്യുന്നത് വരെ എനിക്ക് ഒരു കുറ്റാരോപിതയായി കഴിയാൻ താല്പര്യമില്ല. ഫോർ വാട്ട്? അപ്പോൾ ഒബ്ജക്റ്റ് ചെയ്തു. ഹി റെഡ് എ സ്റ്റേറ്റ്മെന്റ് പ്ലീഡിങ് ഗിൽറ്റി. വളരെ എന്താ പറയുക, വിനയപൂർവ്വം തന്നെ അവൻ്റെ ഭാഗം അവൻ അവിടെ വായിക്കുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ്. ഹി വാസ് ഇൻവോൾവ്ഡ്, ഹി ടോൾഡ് ദ കോർട്ടിനോട് പറയുകയാണ്, ഇൻ എ കോൺഫ്ലിക്റ്റ് ഓഫ് ഡ്യൂട്ടീസ്. ശരിക്കും ഐ ഇൻവോൾവ്ഡ് ഇൻ എ കോൺഫ്ലിക്റ്റ് ഓഫ് ഡ്യൂട്ടീസ്. ഗാന്ധിജി പറയാണ് ഐ ഇൻവോൾവ്ഡ് ഇൻ എ കോൺഫ്ലിക്റ്റ് ഓഫ് ഡ്യൂട്ടീസ്. വാട്ട് ഈസ് കോൺഫ്ലിക്റ്റ് ഓഫ് ഡ്യൂട്ടീസ്? ഇറ്റ്സ് എ വെരി ഗുഡ് ഫ്രേസ്. കോൺഫ്ലിക്റ്റ് ഓഫ് ഡ്യൂട്ടീസ് മീൻസ്, കോൺഫ്ലിക്റ്റ് നമുക്കറിയാം, കൺഫ്യൂഷൻ ഓർ എ ക്ലാഷ് of duties. Here two duties. Okay, duty of course നമുക്കറിയാം. ഇവിടെ രണ്ട് ഡ്യൂട്ടി അല്ലെങ്കിൽ രണ്ട് കാര്യത്തിൽ തമ്മിലൊരു ക്ലാഷ്, അതിലാണ് നമ്മുടെ ഗാന്ധിജി ഇൻവോൾവ്ഡ് ആയിട്ടുണ്ടായിരുന്നത്. സോ വാട്ട് വാസ് ഇറ്റ്? യെസ്, ദ ക്ലാഷ് ബിറ്റ്വീൻ ദ റെസ്പോൺസിബിലിറ്റി ടു ഹിസ് നേഷൻ. Then the another one, on the other hand, it's an obligation. Of course, what is obligation? Obligation എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നിയമങ്ങൾ നമ്മൾ അനുസരിക്കണ്ടേ? നമ്മൾ എഴുതപ്പെട്ട നിയമങ്ങൾ നമുക്കുള്ളതാണെങ്കിൽ നമ്മളത് അനുസരിക്കണം. ഇറ്റ്സ് എൻ ഒബ്ലിഗേഷൻ. ഓക്കെ, അപ്പോൾ അതൊരു ഭാഗത്ത്. കാരണം ഇവിടെ അവൻ ഡിസൊബേ ചെയ്ത ഒബ്ലിഗേഷൻ എന്തായിരുന്നു? യെസ്, നിങ്ങൾ ഈ സ്ഥലം പെട്ടെന്ന് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് പോകണമെന്ന ഗവൺമെൻറ്റിൻ്റെ ഓർഡർ അവൻ നിരസിച്ചു, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഡിസൊബേ ചെയ്തു. ഇനി what is the responsibility? It's a clash between the obligation and responsibility. So here, what is the responsibility? Yes, responsibility to the people of Champaran, and of course it is the responsibility to our nation as well. അല്ലേ, നമ്മുടെ രാജ്യത്തോടുള്ള അല്ലെങ്കിൽ ചമ്പരനിലെ പീപ്പിളിലെ അവൻ്റെ റെസ്പോൺസിബിലിറ്റി, ഇറ്റ്സ് എ മോറൽ റെസ്പോൺസിബിലിറ്റിയാണ്. പാവപ്പെട്ട ജനങ്ങളെ ഇങ്ങനെ ഒരു ന്യായമില്ലാതെ ഭരിക്കുന്ന ഇവരിൽ നിന്ന് അവരെ രക്ഷിക്കുക എന്നുള്ളത് അവൻ്റെ ഒരു ഗാന്ധിജിയുടെ ഒരു എന്താണ്, യെസ്, റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് നാഷണൽ സർവീസ് ഫോർ വിച്ച് ഹി ഹാഡ് കം. ഞാൻ എന്തിനാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്? അതെൻ്റെ റെസ്പോൺസിബിലിറ്റി. ഐ ടുക്ക് ഇറ്റ് ആസ് എ മോറൽ റെസ്പോൺസിബിലിറ്റി. അതെൻ്റെ രാജ്യത്തിനോട് ഞാൻ ചെയ്യുന്ന എൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഐ വാസ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു. ഓക്കെ, ദെൻ ഹി നെവർ മെൻ ദാറ്റ് to become a law breaker. ഞാൻ ഒരിക്കലും ഒരു ലോ ബ്രേക്കർ ആവണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്കതോടൊരു താല്പര്യമില്ല. ബട്ട് ഐ നീഡ് ടു ഡു. ഞാൻ എന്താണോ ഇവർക്ക് വാക്ക് കൊടുത്തത്, ഞാൻ എന്താണോ ചെയ്യേണ്ടത് ഈ രാജ്യത്തിന്, അല്ലെങ്കിൽ അറ്റ് ദ പ്രസന്റ് മൊമെന്റ് ഐ ഹാവ് ടു ഡു ഇറ്റ്. ഇറ്റ്സ് മൈ മോറൽ റെസ്പോൺസിബിലിറ്റി. സോ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. നൗ he disregarded the order to leave. എന്തുകൊണ്ടാണ് തിരിച്ചു പോകാനുള്ള ഓർഡർ ഡിസ്റിഗാർഡ് ചെയ്തത്? നോട്ട് ഫോർ വാണ്ട് ഓഫ് റെസ്പെക്ട് ഫോർ ലോഫുൾ അതോറിറ്റി. ഓക്കെ, ഒരു അതോറിറ്റിയോട് എൻ്റെ നിയമം, പിന്നെ അവരുടെ നിയമത്തിനോടും അല്ലെങ്കിൽ അതോറിറ്റിയുള്ള എൻ്റെ എന്താ പറയുക, എന്താ നമ്മളതിനെ പറയാം, എൻ്റെ ഒരു പുച്ഛം കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് അവരോട് യാതൊരു ബഹുമാനം ഇല്ലാത്തത് കൊണ്ടോ അല്ല. ദെൻ വാട്ട്? ബട്ട് ഇൻ ഒബീഡിയൻസ് ടു ദ ഹയർ ലോ ഓഫ് അവർ ബീയിങ്, ദ വോയിസ് ഓഫ് കോൺസൈൻസ്. എന്താണ് എൻ്റെ അർത്ഥം? To the higher law of our being, human being. What is the higher law of? Yes, the mutual responsibilities as a human. Because whatever I am seeing here is it human? No, it's inhuman. പാവപ്പെട്ട ജനങ്ങളെ കഷ്ടപ്പെട്ട് ഭരിച്ച് അവരുടെ നീര് ചോരയാക്കി അത് യൂട്ടിലൈസ് ചെയ്യുന്നത്, അതൊരു ഇൻഹ്യൂമൻ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഞാൻ അവിടെ കണ്ടത്. സോ വാട്ട് ഐ നീഡ് ടു ഡു? ഐ നീഡ് ടു എസ്കേപ്പ് ദം. യെസ്, ഐ നീഡ് ടു ഗെറ്റ് എ സൊല്യൂഷൻ ഫോർ മൈ പീപ്പിൾ. യെസ്, വോയിസ് ഓഫ് കോൺസെൻറ്റ്, തെറ്റിൻ്റെയും ശരിയുടെയും വോയിസ്. അതാണിത്. ഇവിടെ എന്താണ് തെറ്റ്, എന്താണ് ശരി? യെസ്, ശരി എന്ന് പറയുന്നത് അവർക്ക് അവകാശപ്പെട്ട ജീവിതം അവർക്ക് കൊടുക്കുക എന്നുള്ളത് ശരിയും. ഇവിടുത്തെ തെറ്റ് ഞാൻ കണ്ടത്, നിങ്ങൾ എന്നോട് ഇവിടുന്ന് പോവാൻ പറഞ്ഞ ആ ലോ, ആ നിയമം, ആ ഓർഡർ, ഇറ്റ് വാസ് എ റിയലി മിസ്റ്റേക്ക്. അതൊരു തെറ്റായിരുന്നു. നൗ ഹി ആസ്ക്ഡ് ദ പെനാൽറ്റി ഡ്യൂ. ഓക്കെ, ദ മജിസ്ട്രേറ്റ് announced that he would pronounce sentence after a 2-hour recess and asked Gandhi to furnish bail for those 120 minutes. Gandhi refused. The judge released him without bail. Okay, അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ എന്ത് വേണം?
അവർക്ക് ബെയിൽ വേണം, അതായത് പെനാൽറ്റി കൊടുക്കണം, എന്താ പറയുക, ഫൈൻ കൊടുക്കണം. ഗാന്ധിജി പറഞ്ഞു ഒരു രക്ഷയില്ല. ഫോർ വാട്ട്? ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ നിങ്ങൾ എന്നെ ഞാൻ ആ ശിക്ഷ ഏറ്റു വാങ്ങേണ്ടതുള്ളൂ. സോ അവനെ കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ അവിടെ ക്ലിയർ ആണ്. ഇനി ഫോർ വാട്ട് ഐ എം ഗോണ പേ ബെയിൽ ഫോർ യു ഗൈസ്. സോ no bail, no penalty, nothing. He refused, and finally the court released him without any bail. Okay, he released. Now when the court reconvened, the judge said he would not deliver the judgment for several days. Meanwhile, he allowed Gandhi to remain at liberty. Okay, രണ്ടാമത് കോർട്ട് ഈ ആഫ്റ്റർ റെസസ് മീൻസ് ഈ ബ്രേക്ക്, ഈ 2 hour ബ്രേക്കിന് ശേഷം രണ്ടാമതും കോർട്ട് റിജോയിൻ ചെയ്തതിന് ശേഷം കോർട്ട് പറയുന്നത് ഇതിന്റെ വിധി എന്ന് പറയുന്നത് എന്നത്തേക്കാണ് ഫോർ സെവറൽ ഡേയ്സ്, ഈ വിധി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് കോർട്ടിന്റെ ഭാഗം. മീൻ വൈൽ ഹി അലൗഡ് ഗാന്ധി ടു റിമെയിൻ ലിബർട്ടി. അത്രയും സമയത്തോളം ഗാന്ധിജി ഇസ് ഫ്രീ. ഓക്കെ, ഗാന്ധിജി ഫ്രീ ആണ്. ബട്ട് അതിന്റെ ആ ഒരു ട്രയലിന്റെ വിധി വന്നിട്ടില്ല, അല്ലെങ്കിൽ പറയാൻ ഇപ്പൊ തന്നെ തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. സോ ഗാന്ധിജി ഫ്രീ ആണെങ്കിലും കേസ് അവിടെ ഉണ്ട് എന്നർത്ഥം. രാജേന്ദ്ര പ്രസാദ്, who is next? Brij Kishore Babu, Maulana Mazharul Haq and several other prominent lawyers had arrived from Bihar. They conferred with Gandhi. What would they do if he was sentenced to prison? Gandhi asked. Why? The senior lawyer replied. They had come to advise and help him. If he went to jail, there would be nobody to advise and they would go home. See? അപ്പോൾ നെക്സ്റ്റ് ഡിസ്കഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? രാജേന്ദ്ര പ്രസാദ്, ബ്രിജ് കിഷോർ ബാബു, മൗലാന മസഹറുൽ ഹക്ക്, ഇപ്പറഞ്ഞ ആൾക്കാരെല്ലാവരും വന്നിട്ടുണ്ട്. സെവറൽ അതർ പ്രൊമിനന്റ് ലോയേഴ്സ്, കൂടാതെ മറ്റു പല നല്ല എന്താ പറയുക നല്ല കഴിവുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരും വന്നിട്ടുണ്ട്. ഹാഡ് അറൈവ്ഡ് ഫ്രം ബിഹാർ. They conferred with Gandhi. They discussed with conferred means here have discussed. They discussed with Gandhi. What was the question from Gandhi? Yes, what would they do if he was sentenced to prison? That may just in case if he has arrested by the authorities, what gonna do, guys? This was the question. Then one of the guy from the lawyer, he replied, what to do if you go into the prison? Then who else here for us to advise and direct? We also go back. This was the reply from one of the lawyer. Then what about the injustice to the sharecroppers? Gandhi demanded. So Gandhi again. So what was the injustice? What about the injustice? So okay, you go. Okay, we will disperse all the thing. But tell me about the injustice towards these sharecroppers. അപ്പോൾ നിങ്ങളുടെ അപ്പോൾ ഈ sharecroppers ഇങ്ങനെ തന്നെ ജീവിച്ചോട്ടെ എന്നാണോ? നെക്സ്റ്റ് ചോദ്യം. The lawyers withdraw to consult. Rajendra Prasad has recorded the upshot of their consultation. Okay, anyhow, Rajendra Prasad just a conclusion koduthu. They thought amongst themselves that Gandhi was totally a stranger and yet he was prepared to go to prison for the sake of the peasants if they, on the other hand, like ഇവിടെ വരെ നിർത്താം. അതായത് ഗാന്ധിജി നേരിട്ടിട്ട് ചാമ്പറൻസുമായിട്ട് യാതൊരു പരിചയവുമില്ല. ഓക്കെ, നമുക്കറിയാം എങ്ങനെയാണ് ചാമ്പറിൽ ഗാന്ധിജി എത്തിപ്പെട്ടത് അല്ലേ? ഒരു ഷെയർ ക്രോപ്പർ പിന്നാലെ നടന്ന് അങ്ങനെ എത്തിപ്പെട്ടതാ. ഇപ്പൊ അവർക്ക് വേണ്ടി ജയിലിൽ പോകാൻ വരെ തയ്യാറായി നിൽക്കുകയാണ് ഗാന്ധിജി, അതിനും മടിയില്ല. ഓക്കെ, അങ്ങനെ ഇനി ഇവിടെ നമ്മുടെ ഡിസ്കഷന് വന്ന ആൾക്കാർ ടീമിനെ കുറിച്ചിട്ടാണ് അടുത്തത് പറയാൻ പോകുന്നത്. On the other hand, being not only residents of the adjoining districts but also those who claimed to have served these peasants should go home, it would be shameful desertion. Okay, അപ്പോൾ ഗാന്ധിജിക്ക് ആരും അസൈൻ ചെയ്ത ടാസ്ക് ഒന്നുമല്ല അല്ലേ, സ്വന്തം മനസ്സാലെ അവരെ രക്ഷിക്കണമെന്ന് കരുതി വന്ന ആളാണ് ഗാന്ധിജി. എന്നിട്ട് അവർക്ക് വേണ്ടി ജയിലിൽ പോകാൻ നിൽക്കുകയാണ് ഒരാൾ. നമ്മളോ ആര്, ഈ രാജേന്ദ്ര പ്രസാദ് ടീമോ ആക്ച്വലി ഒഫീഷ്യലി ദേ അസൈൻഡ്. അവർക്ക് പല ഭാഗങ്ങളിൽ നിന്നുമായിട്ട് ഇവരുടെ കേസ് ചർച്ച ചെയ്യാനും സോൾവ് ആക്കാനൊക്കെ അവർ അസൈൻഡ് ആയ ആൾക്കാരാണ്. ഇത് നമ്മളിതൊന്നും ഒരു ഉത്തരവാദിത്തമില്ലാത്ത പോലെ പോവുക. അപ്പം ആ പോക്ക് ഏറ്റവും ഷെയിംഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഇറ്റ് വുഡ് ബി എ ഷെയിംഫുൾ ഡിസേർഷൻ. അതൊരു എന്താ പറയുക, നമ്മൾ അതൊരു ഷെയിംഫുൾ ഡിസേർഷൻ മീൻസ് പോവുക, ആ ഒരു ആക്ട് ഓഫ് ലിവിങ് എ പ്ലേസ്, അതിനാണ് നമ്മൾ ഷെയിംഫുൾ ഡിസിഷൻ പറയാം. അതൊരു വല്ലാത്ത പോക്കായിരിക്കും. അപ്പം അങ്ങനെയായിരുന്നു ഇത് വന്നത്, എന്താ പറയുക, ഡിസ്കഷൻ്റെ ഒരു കൺക്ലൂഷനിൽ എത്തിയത്. ദേ അക്കോർഡിംഗ്ലി വെന്റ് ബാക്ക് ടു ഗാന്ധി ആൻഡ് ടോൾഡ് ഹിം ദേ വർ റെഡി ടു ഫോളോ ഹിം ടു ജയിൽ. അങ്ങനെ ഈ ടീം ഡിസ്കസ് ചെയ്ത കൺക്ലൂഷനിൽ ഇങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഗാന്ധിജിയോട് പറഞ്ഞു
okay, if you are ready to go to jail, of course we also follow you, means ഞങ്ങളും ജയിലിലേക്ക് വരും, ഞങ്ങൾ റെഡിയാണ് എന്തിനും. അപ്പം എന്നാണ് ചുരുക്കം അർത്ഥം. The battle of Chamberan is won, he exclaimed. ഇത് കേട്ടപ്പോൾ ഗാന്ധിജി പറഞ്ഞു the battle of Chamberan won. ഇനി ഒന്നും നോക്കാനില്ല, നമ്മൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. മീൻസ് അവിടെ ആ യൂണിറ്റി കിട്ടിയല്ലോ, പവർ. യെസ്, എൻ്റെ കൂടെ നിങ്ങളുണ്ട്, അപ്പോൾ ഐ ഹാവ് ദ പവർ, നൗ വി ആർ വൺ. ആ യൂണിറ്റി കണ്ടു. അപ്പോൾ ഗാന്ധിജി 100% ഉറപ്പിച്ചു, ഇനി ഒന്നും നോക്കാനില്ല, നമ്മൾ വിജയിച്ചിരിക്കും, അല്ലെങ്കിൽ വിജയിച്ചു. Then he took a piece of paper and divided the group into pairs and put down the order in which each pair was to court arrest. Yes, അപ്പോൾ ഇത്രയും ഒരു ടീമായി ഇപ്പോൾ അവർക്ക്, ഓക്കെ, ഇൻക്ലൂഡിങ് രാജേന്ദ്ര പ്രസാദ് ആൻഡ് ഗാന്ധിജി. അപ്പോൾ ഇവർ ഈ ടീമിനെ ഡിവൈഡ് ചെയ്യാണ്. ഇനിയിപ്പം ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കേസ് നിലവിലുണ്ട്. അപ്പം ഇനി ഏതൊക്കെ എങ്ങനെയാണ് നമ്മൾ ജയിലിലേക്ക് പോകേണ്ടത്, അവരുടെ പ്രിപ്പറേഷൻസ് നെക്സ്റ്റ് സ്റ്റെപ്പിന് വേണ്ടി, ഫർദർ സ്റ്റെപ്പിന് വേണ്ടിയിട്ടുള്ള. ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്ന്, ഇപ്പോൾ പറയണോ കുറച്ചുകൊണ്ട് വേണം, അപ്പോൾ പറയല്ലേ, ഒരു ബ്രേക്ക്. അതായത് നിങ്ങൾ ദൃശ്യം 2 കണ്ടോ? ഞാനതിൽ ആ സിനിമ ദൃശ്യം 2 അടിപൊളി പടമാണ്, നല്ല സൂപ്പർ മൂവിയാണ്, നല്ല എനിക്ക് ഭയങ്കര ഒരു ഓസം മൂവി. ഞാൻ അങ്ങനെ എല്ലാ മൂവിയും കണ്ടാലും ഓസം അല്ലെങ്കിൽ സൂപ്പർ എന്ന് പറയാത്ത ഒരാളാണ്. അതിൽ പ്രിപ്പറേഷൻ എന്ന് വാക്ക് കേട്ടപ്പോഴാണ് ഇപ്പോൾ നിങ്ങളെടുത്ത് പറയുന്നത്. ഒരു സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിനെ വെയിറ്റ് ചെയ്യുകയും അതിലേക്ക് വേണ്ട കഠിനമായ കീൻ പ്രിപ്പറേഷനാണ് ഓരോ ആ ക്യാരക്ടർ, നമ്മുടെ മോഹൻലാലിൻ്റെ ക്യാരക്ടറിൻ്റെ പേരെന്തായിരുന്നു, ജോർജ് കുട്ടി, ആ ക്യാരക്ടറിൻ്റെ ബ്രില്യൻസ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ്റെ പെർഫെക്ഷൻ കാരണമാണ് ആ ജോർജ് കുട്ടി എന്ന് പറയുന്ന ആൾ പിടിക്കപ്പെടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിപ്പറേഷൻ അപ്പോഴാണ് മനസ്സിലായത് ദ ഇമ്പോർട്ടൻ്റ് ഓഫ് പ്രിപ്പറേഷൻ. അതൊരു ചെറിയ വേർഡല്ല, അതൊരു അമേസിങ് പവർഫുൾ വേർഡാണ് വെൻ ഇറ്റ്സ് കംസ് ടു ആക്ഷൻ. ഓക്കെ, അത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. എക്സാം ഇറ്റ്സ് കമ്മിങ്, ഓക്കെ, പ്രിപ്പറേഷൻ ഡെയിലി ഒരു 10 പ്രാവശ്യമെങ്കിലും വളരെ വ്യക്തമായിട്ട് പറയുക, എന്നിട്ട് അത് ആക്ഷനാക്കി എടുക്കുക. നിങ്ങൾ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു അതുപോലെ ഇരിക്കും എക്സാം, അത്ര എനിക്ക് പറയുള്ളൂ. അത് ആ മൂവിയിൽ നിന്ന് ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്, അതുകൊണ്ട് പറഞ്ഞത് മാത്രം. പ്ലീസ് കം ബാക്ക് ടു അവർ ലെസൺ വേർ വി ആർ. ദിസ് ക്രേസി ടീച്ചർ വാസ് സ്റ്റോപ്ഡ്. ഓക്കെ, അവർ റെഡി ആയില്ലേ ജയിലിലേക്ക് പോകാൻ. സെവറൽ ഡേയ്സ് ലേറ്റർ Gandhi received a written communication from the magistrate informing him that the lieutenant governor of the province had ordered the case to be dropped. അപ്പം എന്തുണ്ടായത്, അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഇവനെ കോർട്ടിലേക്കൊന്നും വിളിച്ചില്ല, ഇവർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടി, ദ കേസ് ഹാസ് ഡ്രോപ്ഡ്. ഓക്കെ, അപ്പോൾ ആ കേസൊന്നുമില്ല, അതങ്ങനെ പോയി. ഇനി ബട്ട് civil disobedience had triumphed the first time in modern India. Modern India means the India which is governed by British people. First time civil disobedience triumphed. Means yes, of course it's civil disobedience അല്ലേ. അപ്പത്തെ എന്താ പറയുക, അതോറിറ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് വന്ന ഒരു ഓർഡർ ഡിസൊബേ ചെയ്തു. ഓഫ് കോഴ്സ് എന്തായിരിക്കും ചെയ്യുക, നമ്മൾ കണ്ടിട്ടില്ല, ഇഷ്ടംപോലെ മൂവീസിൽ കണ്ടിട്ടുണ്ട്. ഈ ഗാന്ധിജിയുടെ മൂവിയിലുണ്ട്, നമ്മുടെ മലയാളം സിനിമയിലൊക്കെ കണ്ടിട്ടില്ല, ഓരോ നിയമം തെറ്റിക്കുമ്പോൾ പഴശ്ശിരാജ അങ്ങനെ ഇഷ്ടംപോലെ നല്ല ഹാർഷായിട്ടുള്ള പണിഷ്മെൻ്റാണ് സാധാരണ ബ്രിട്ടീഷുകാർ കൊടുക്കാറ്. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു? യെസ്, ദ കേസ് ഹാസ് ഡ്രോപ്ഡ്. കേസൊന്നുമില്ല, വിട്ടുകളഞ്ഞു. അപ്പോൾ ദാറ്റ് അനദർ ഫസ്റ്റ് ഇൻസിഡൻറ്റ്, ദ സിവിൽ ഡിസൊബീഡിയൻസ് had triumphed in the first time in the modern British India. Actually നമ്മൾ അങ്ങനെ പറയണം, അതാണ് അതിലത്തെ കറക്റ്റ് പറയേണ്ടത്. Gandhi and the lawyers now proceeded to conduct a far-flung inquiry into the grievances of the farmers. ഓക്കെ, അവർ തീരുമാനിച്ചു ഇനി എന്തായാലും നമ്മൾ നനഞ്ഞു, ഇനി കുളിച്ചിട്ടേ കയറാവൂ. അതുകൊണ്ട് തന്നെ ഇവർ ഇനി A to Z ഫ്രം ദ ഫസ്റ്റ് ടു എൻഡ് വളരെ അഗെയിൻ പ്രിപ്പറേഷൻ വളരെ വ്യക്തമായി എല്ലാ കംപ്ലയിൻസുകളും അറിയുകയും അത് രേഖാമൂലം ഒപ്പിയെടുക്കുകയും ചെയ്തു ഫാർമേഴ്സിൻ്റെ ഡിപ്പോസിഷൻസ് ബൈ about 10,000 peasants were written down and notes made on other evidence. ഡിപ്പോസിഷൻസ് മീൻസ് കയ്യാൽ എഴുതപ്പെട്ട കംപ്ലയിൻസുകൾ സ്വീകരിച്ചു. 1-2 അല്ല, 10,000. ഇറ്റ്സ് എ ബിഗ് നോട്ട്. അതവരുടെ കയ്യിലുണ്ട്. ഡോക്യുമെന്റ്സ് were collected. The whole area throbbed with the activity of the investigators and the vehement protest of the landlords. ഇപ്പം മൊത്തം നമ്മുടെ ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് is in a kind of vibration, ലൈക്ക് ഇളകി മറിഞ്ഞ് നിൽക്കുകയാണെന്ന് പറയും നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ. പച്ച മലയാളത്തിൽ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ആകെ മൊത്തം ഒന്ന് അനങ്ങി ഇളകി മറിഞ്ഞ് നിൽക്കുകയാണ്.
throbbed അതിൻ്റെ അർത്ഥമാണ് കൈൻഡ് ഓഫ് വൈബ്രേഷൻ നമുക്ക് ഇങ്ങനെ പറയാം വിത്ത് ദ ആക്ടിവിറ്റി ഓഫ് ദ ഇൻവെസ്റ്റ് ഇപ്പം ഒരു ടീം ഉണ്ടല്ലേ ഇതിനെക്കുറിച്ച് പഠിക്കാനും പിന്നെ അതുപോലെ തന്നെ പരിശോധിക്കാനും എക്സാമിൻ ചെയ്യാനൊക്കെ ഒരു ടീമുണ്ട് ഇവരുടെ വർക്കും ഒരു ഭാഗത്ത് നമ്മുടെ ഇത് വെഹിമെന്റ് പ്രൊട്ടസ്റ്റ് മീൻസ് തീവ്രമായിട്ടുള്ള അത്രയും കഠിനമായ പ്രൊട്ടസ്റ്റ് എന്താ പറയുന്നത് പ്രതിഷേധം ഇതെല്ലാം കൂടി ആ പ്രദേശം അങ്ങനെ ഉറങ്ങാതെ ഉണർന്ന് ആകെ ഇളകി മറിഞ്ഞിരിക്കുകയെന്ന് നമുക്ക് കാണാൻ പറ്റും ഇൻ ജൂൺ ഗാന്ധി വാസ് സമ്മൺഡ് ടു സർ എഡ്വേർഡ് ഗേറ്റ് ദ ലെഫ്റ്റനന്റ് ഗവർണർ ഓക്കെ അങ്ങനെ ജൂൺ മാസത്തിൽ നമ്മളെ ഗാന്ധി ഹി വാസ് കോൾഡ് അപ്പ് ടു ബി പ്രസന്റ് ബിഫോർ സർ എഡ്വേർഡ് അടുത്തൊരു ലെഫ്റ്റനന്റ് ഗവർണറാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഹാജരാകാൻ വേണ്ടി ഗാന്ധി ഒരു സമൻ അഗൈൻ വന്നു ബിഫോർ ഹി വെന്റ് അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പ് he went to the leading associates and again laid detailed plans for civil disobedience if he should not return. അപ്പോൾ രണ്ടാമത് ജൂണിൽ കേസ് ഡ്രോപ്പ് ചെയ്തതാണല്ലോ പക്ഷെ ജൂണിൽ വീണ്ടും ഒരു സമൻസ് വന്നു അത് കോർട്ടിലേക്കല്ല അപ്പത്തെ അവിടുത്തെ ലെഫ്റ്റനന്റ് ഗവർണറായ സർ എഡ്വേർഡ് ഗേറ്റ് അല്ലേ അദ്ദേഹത്തിന് മുന്നിൽ ഹാജരാകാനായിട്ടുള്ള സമൻസ് ആയിരുന്നു അത് അപ്പൊ പോകുന്നതിന് മുമ്പ് സമൻസ് വരുമ്പോൾ നേരെയാണ് പോവില്ല പോകുന്നതിന് മുമ്പ് വീണ്ടും ദൃശ്യം യെസ് പ്രിപ്പറേഷൻ അവിടെ ലീഡിങ് അസോസിയേറ്റ് നമ്മളെ സഹായിക്കാൻ ഒരു ടീം ഉണ്ടെന്ന് പറഞ്ഞു ആ ടീമിന്റെ അടുത്ത് പോവുകയും അതിന് വേണ്ട പ്രിപ്പറേഷൻസും ഡീറ്റെയിൽ പ്ലാൻസുകളും എല്ലാം ചെയ്തിട്ട് അതായത് ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ് അതിനെതിരെ ഏതൊക്കെയാണ് അതിന്റെ കാര്യങ്ങളെല്ലാം പഠിച്ച് വെൽ പ്ലാൻഡ് ആയിട്ട് ഇഫ് യു ഷുഡ് നോട്ട് റിട്ടേൺ ഇൻ കേസ് ഒരു പ്ലാൻ എ പ്ലാൻ ബി അപ്പൊ പ്ലാൻ ബി എപ്പോഴും കയ്യിൽ വേണം അപ്പോൾ ഇൻ കേസ് ഇഫ് ഐ അറസ്റ്റഡ് ഞാൻ അറസ്റ്റ് ചെയ്ത ഇന്നവരെ അറസ്റ്റ് ചെയ്താൽ ഓക്കെ ഇഫ് ഐ വാസ് അറസ്റ്റഡ് ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ എന്ത് വേണം എനിക്ക് യെസ് ഒരു പ്ലാൻ ബി വേണം അല്ലേ ഞാൻ അകത്താണെങ്കിലും ഇവിടെ സമരം അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസ് നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ അതെല്ലാം റെഡി ആക്കിയിട്ടാണ് ഗാന്ധിജി പോകുന്നത് ഗാന്ധി ഹാഡ് ഫോർ protracted interviews with the lieutenant governor who as a result appointed an official commission of inquiry into the Indigo sharecroppers situation okay അങ്ങനെ ഇത് ഒരു ഈ മിസ്റ്റർ എഡ്വേർഡ് ലെഫ്റ്റനന്റ് ഗവർണറായ എഡ്വേർഡ് വിളിച്ചതാണ് അങ്ങനെ എഡ്വേർഡിനായിട്ട് ഒരു protracted മീൻസ് prolonged മീൻസ് നമ്മളെ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സമയം ഒരു വെരി ബിഗ് ലോങ് ഇന്റർവ്യൂ തന്നെ ഉണ്ടായി സംഭാഷണം തന്നെ ഉണ്ടായി അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി ഈ ഗവർണർ അപ്പോയിന്റഡ് ആൻ ഒഫീഷ്യൽ കമ്മീഷൻ ഓഫ് ഇൻക്വയറി ഇൻ ടു ദി ഇൻഡിഗോ ഷെയർക്രോപ്പർ സിറ്റുവേഷൻ അതിന്റെ ഫലമായി തന്നെ ഇദ്ദേഹം ഒരു കമ്മിറ്റി രൂപീകരിച്ചു ഇൻഡിഗോ ഷെയർക്രോപ്പേഴ്സിന്റെ കാര്യം അന്വേഷിക്കാനായിട്ട് ദ കമ്മീഷൻ കൺസിസ്റ്റഡ് ഓഫ് ലാൻഡ് ലോർഡ്സ് ആ കമ്മീഷനിൽ ആരെല്ലാം ഉണ്ടായിരുന്നു ലാൻഡ് ലോർഡ്സ് ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആൻഡ് ഗാന്ധി ആസ് ദ സോൾ റെപ്രസെന്റേറ്റീവ് ഓഫ് പെസൻസ് അപ്പോൾ ലാൻഡ് ലോർഡ്സ് ഉണ്ട് ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഉണ്ട് പിന്നെ നമ്മുടെ പെസൻസ് കർഷകരെ റെപ്രസെന്റ് ചെയ്തിട്ട് ഗാന്ധിജി ഉണ്ടായിരുന്നു ഗാന്ധിജി റിമൈൻഡ് ഇൻ ചാമ്പരൻ ഫോർ ആൻ ഇനിഷ്യൽ ഇന്ററപ്റ്റഡ് പീരീഡ് ഓഫ് 7 months and then again for several shorter visits അങ്ങനെ കമ്മീഷൻ രൂപീകരിക്കപ്പെടുകയും കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള ഇൻക്വയറീസും എക്സാമിനേഷൻസും കാര്യങ്ങളും ഇൻവെസ്റ്റിഗേഷൻസും എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫ്രം ദ പാർട്ട് ഓഫ് ഗാന്ധിജി ഓൾസോ ദേ ആർ ഡൂയിങ് വെരി വെൽ ദെൻ ഗാന്ധിജി റിമൈൻഡ് ഇൻ ചാമ്പരൻ അവിടെ തന്നെ ഉണ്ടായി ഫോർ ആൻ ഇനീഷ്യൽ ഇന്ററപ്റ്റഡ് പീരീഡ് ഓഫ് 7 months ആൻഡ് ദെൻ ഓക്കെ അങ്ങനെ ഈ ഒരു കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഒരു 7 മാസത്തോളം അവിടെ തന്നെ ഉണ്ടായിരുന്നു ദെൻ കണ്ടിന്യൂസ്ലി എങ്ങോട്ടും പോവാതെ വേറൊരു ടാസ്കും ഏറ്റെടുക്കാതെ ഇതിനു വേണ്ടി തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അതാണ് പറഞ്ഞത് അൺഇൻറ്ററപ്റ്റഡ് മീൻസ് എന്താണ് കണ്ടിന്യൂസ്ലി ഇന്ററപ്റ്റ് ചെയ്യാതെ മീൻസ് ഈ ഒരു ടാസ്കിൽ നിന്നും ഡൈവേർട്ടായിട്ട് വേറെ എവിടേക്കും പോയിട്ടില്ല ഇതിനു വേണ്ടി മാത്രം 7 months കണ്ടിന്യൂസ്ലി ഈ സ്പെൻഡ് ഇൻ ചാമ്പരൻ ദെൻ അഗെയിൻ സെവറൽ ഷോർട്ട് വിസിറ്റ്സ് അതിനുശേഷം വരും പോവും അങ്ങനെയായിരുന്നു ദ വിസിറ്റ് അണ്ടർടേക്കൻ കാഷ്വലി ഓൺ ദ entreaty of an unlettered peasant in the expectation that it would last a few days occupied almost a year of Gandhi's life അങ്ങനെ പിന്നെ അതിനുശേഷം ഗാന്ധിജി പോകും വരും ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു കാഷ്വൽ വിസിറ്റ് ഇവിടെ പേര് പറയുന്നില്ല ഒരു പേര് പറയാത്ത അല്ലെങ്കിൽ സൂചിപ്പിക്കാത്ത ഒരു പെസന്റിന്റെ പ്രത്യേക ഹംബിൾ റിക്വസ്റ്റ് പ്രകാരമായിരുന്നു എൻട്രീറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹംബിൾ റിക്വസ്റ്റ് അദ്ദേഹത്തിന്റെ താഴ്മയായ അപേക്ഷ പ്രകാരം വീണ്ടും വന്നു പോയിരുന്നു പക്ഷേ ഗാന്ധി വിചാരിച്ചു ഓക്കെ ഐ ക്യാൻ സെറ്റിൽ ഓൾ ദീസ് തിങ്സ് ഇൻ ഫ്യൂ ഡേയ്സ് ബട്ട് ഇറ്റ് ടുക്ക് 1 year എന്നാണ് പറയുന്നത് ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് തിങ്
The official inquiry assembled a crushing mountain of evidence against the big planters. Who is the big planters? Yes, the landlords. And when they saw this, they agreed in principle to make refunds to the peasants. But how much we must pay? They asked Gandhi. അപ്പോൾ അതിൻ്റെ രത്ന ചുരുക്കത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഫൈനലി ഈ ഒഫീഷ്യൽസ് എല്ലാവരുടെയും ഈ കമ്മീഷൻ്റെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഇൻക്വയറിയുടെ അവസാന ഫലമായിട്ട് crushing mountain of evidence against the big planters means എന്തെന്ന് എവിഡൻസ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഒരു അവർ കൊടുന്ന നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അത്രയും ജീർണിച്ച കുറെ എവിഡൻസുമായിട്ട് സ്ട്രോങ് എവിഡൻ്റ് ആണ്, പക്ഷെ അത്രയും തരം താഴ്ന്ന അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങൾ അതായിട്ടാണ് വന്നത്. അതായത് ടോട്ടലി പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇവരിവിടെ പരാജയപ്പെട്ടു. ആര്? നമ്മുടെ ലാൻഡ് ലോഡ്സ് പരാജയപ്പെട്ടു. ദെൻ അവസാനം അവർ പെനാൽറ്റി അടക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് നെക്സ്റ്റ് ചോദ്യം, ഹൗ മച്ച് മസ്റ്റ് വി പേ, ഞങ്ങൾ എത്രയാണ് അടക്കേണ്ടതെന്നുള്ള ചോദ്യത്തിലേക്ക് എത്തി. അതായത് അവർ എത്ര മണിയാണ് ഇവർക്ക് നഷ്ടപരിഹാരം പെസൻസിന് കൊടുക്കേണ്ടത്, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ദേ തോട്ട് he would demand repayment in full of the money which they had illegally and deceitfully extorted from the sharecroppers. അപ്പോൾ ഈ ലാൻഡ് ലോഡ്സ് നമ്മുടെ ഈ പ്ലാന്റേഴ്സ് വിചാരിച്ചു ഓക്കെ ഡിസീറ്റ്ഫുള്ളി, എങ്ങനെയാണ് ഇല്ലീഗലി ആൻഡ് ഡിസീറ്റ്ഫുള്ളി മീൻസ് നിയമപരമായിട്ടുമല്ല, ഡിസീറ്റ്ഫുള്ളി ചതിച്ചും വഞ്ചിച്ചും ബുദ്ധിമുട്ടിച്ചിട്ടൊക്കെ എടുത്ത എല്ലാതും എക്സാക്ട് മണി ഫ്രം ദ എ ടു സെഡ് കൊടുക്കേണ്ടി വരും എന്നാണ് നമ്മുടെ ലാൻഡ് ലോഡ്സ് വിചാരിച്ചിരുന്നത്. ഹി ആസ്ക്ഡ് ഓൺലി 50%. ദർ ഹീസ് എത്രയാ ചോദിച്ചത്? വെറും 50%. ദെൻ ദർ ഹി സീംഡ് അഡാമൻറ്റ്. അഡാമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താർത്ഥം? അഡാമൻറ്റ് പറഞ്ഞാൽ അറ്റ് എനി കോസ്റ്റ്, നോ ഫ്ലെക്സിബിലിറ്റി, വെറും ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ പോരാ, എന്ത് സംഭവിച്ചാലും ഒറ്റ വാക്കുകളും യാതൊരുവിധ ബാർഗെയിനിങ് ഇല്ല, അല്ലെങ്കിൽ യാതൊരുവിധ വ്യത്യാസം വരാൻ പോണില്ല. ദറ്റ് ഈസ് അഡാമൻറ്റ്. ഹി വാസ് സച്ച് എൻ അഡാമൻറ്റ് ഇൻ ദാറ്റ് സിറ്റുവേഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഹി സീംഡ് അഡാമൻറ്റ്. ഗാന്ധിജി ഇത് ഉറച്ചു പറയുകയാണ്, 50% തീർന്നു, ഒറ്റ വാക്ക് അങ്ങനെ പറഞ്ഞു. റൈറ്റ്സ് Okay, there he seemed adamant, writes Reverend J.S. Hodge, a British missionary in Chamberlain who observed the entire episode at close range. There he seemed adamant. His statement, it is from J.Z. Hodge, a British missionary in Chamberlain who observed the entire episode at close range. ഈ എല്ലാ കാര്യങ്ങളും വളരെ ക്ലോസ് ആയിട്ട് വീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു ബ്രിട്ടീഷ് മിഷനറി, അവിടെ നിന്ന് കിട്ടിയ അദ്ദേഹം പറയാണ് ഈ ആ ഒരു സമയത്ത് he seemed adamant, thinking probably that he would not give way. The representative of the planters offered to refund the extent of 25%. Then, and to his amazement, Mr. Gandhi look where I am reading. Yes, sorry. Again, thinking probably that he would not give way, the representative of the planters offered to refund to the extent of 25%. അപ്പോൾ ഇവർ പറഞ്ഞു, നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് പ്ലാന്റേഴ്സ് ഈ ലാൻഡ് ലോഡ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഓക്കെ ഞങ്ങൾക്ക് 25% മാത്രമേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഗാന്ധിജിയുടെ ഒരു ഇത്. പക്ഷെ എന്താണ് സംഭവിച്ചത്? ഹിസ് അമേസ്മെന്റ്, മിസ്റ്റർ ഗാന്ധി took him at his word, thus breaking the deadlock. പക്ഷേ അത്രയും ഉറച്ച് 50% എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇത് തിരിച്ചെടുത്തു. He agreed what the landlord said. That was the amazed thing there. അത്രയും അഡാമൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഗാന്ധിജി ഒന്നോ രണ്ടാമതൊന്നും ആലോചിക്കാതെ തന്നെ ഓക്കെ 25%, ഓക്കെ 24%, ഒരു സെക്കൻഡ് പോലും ആലോചിച്ചില്ല, അത് അംഗീകരിച്ചു, അത് അഗ്രി ചെയ്തു. അങ്ങനെ അവിടെ ദസ് ബ്രേക്കിംഗ് ദ ഡെഡ് ലോക്ക്, അങ്ങനെ ആ ഒരു ആ ലോക്ക് അവിടെ അവസാനിച്ചു. അതായത് ഒരറ്റം കിട്ടാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതവിടെ തീർന്നു. ദിസ് സെറ്റിൽമെന്റ് വാസ് അഡോപ്റ്റഡ് unanimously, yes, by the commission. അത് പറയാനുണ്ട്. ഓഫ് കോഴ്സ് അവർ നെക്സ്റ്റ് സെക്കൻഡ് തന്നെ ഒക്കെ റെഡിയാണ്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ചു വിത്തൗട്ട് എനി ഒബ്ജെക്ഷൻ. അനിമസ്ലി മീൻസ് വിത്തൗട്ട് എനി ഒബ്ജെക്ഷൻ. ഗാന്ധി എക്സ്പ്ലെയിൻഡ് ദാറ്റ് ദ എമൗണ്ട് ഓഫ് ദി റീഫണ്ട് വാസ് ലെസ് ഇമ്പോർട്ടൻറ്റ്. യെസ്, നൗ പോയിന്റിലേക്ക് കിടക്കാം. ഗാന്ധി എക്സ്പ്ലെയിൻഡ് ദാറ്റ് ദ എമൗണ്ട് ഓഫ് ദ റീഫണ്ട് വാസ് ലെസ് ഇമ്പോർട്ടൻറ്റ്. അവിടെ
കാശിനല്ല പ്രധാനം, the amountനല്ല പ്രധാനം. What is the important thing? The fact that the landlords had been obliged to surrender part of the money and with it part of their prestige. Yes, by giving money they had bowed down. Yes, കാശ് കൊടുക്കാൻ തയ്യാറായി. അതിൽ നിന്ന് അവർ എന്താണ് കാണിച്ചു തരുന്നത്? യെസ്, ഞങ്ങൾ റെഡിയാണ്, മീൻസ് അവരവരെ തല താഴ്ത്തി ഇൻ ഫ്രണ്ട് ഓഫ് ഇന്ത്യൻ ഫാമേഴ്സ്, പെസൻസ്. യെസ്, അവിടെ അവരെ തോൽവി അവർ അംഗീകരിച്ചു. അപ്പൊ അതിനാണ് പ്രധാനം, അല്ലാതെ എമൗണ്ട് ഓഫ് മണിയുടെ പെർസെൻറ്റേജിനല്ല. ബിക്കോസ് നമുക്ക് കാശാണ് ആവശ്യമല്ല. We need the eternal freedom forever. Yes. Therefore, as far as the peasants were concerned, the planters had behaved as lords above the law. കാരണം ഓഫ് കോഴ്സ് അല്ലേ, ഒരു നിയമമാണെന്നും പറഞ്ഞിട്ടായിരുന്നല്ലോ ഇവരെന്നെ എങ്ങനെ കഷ്ടപ്പെടുത്തിയിരുന്നത്. Now the peasants saw that he had rights and defenders. He learned courage. He means here നമ്മളുടെ പെസൻസ്. ഇത്രയും കാലം ഈ ബ്രിട്ടീഷുകാർ കാണിച്ചിരുന്ന എല്ലാ ക്രൂരകൃത്യങ്ങളും വാട്ട് എവർ ഇറ്റ് ഈസ് സഹിച്ചിരുന്നത് ഇത് നിയമമാണ്. നോ മോർ ലോ, നിയമമില്ല. ഓക്കെ, ദേ ആർ ഫ്രീ. യെസ്, വെരി ഗുഡ്. നൗ ദേ ലേൺഡ് വി ഹാവ് ദ റൈറ്റ്സ്. ഞങ്ങൾക്ക് അവകാശങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഡിഫൻഡേഴ്സ് ഉണ്ട്, ഞങ്ങൾക്ക് കറേജ് എന്താണെന്നും അവകാശങ്ങൾ എന്താണെന്നും പ്രതിരോധിക്കുക എങ്ങനെയാണ് എല്ലാം അവർ പഠിച്ചു. ഇവൻസ് കഴിയാറായില്ലേ? യെസ്, little bit only. Events justified Gandhi's position. Within a few years, the British planters abandoned their estates, which reverted to the peasants. Indigo sharecropping disappeared. കഴിഞ്ഞു ട്ടോ, തീർന്നു. അങ്ങനെ നമ്മുടെ ബ്രിട്ടീഷ് പീപ്പിൾ ഈ ലാൻഡ് ലോർഡ്സ് എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. അവരവരുടെ പ്രോപ്പർട്ടീസ് എല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു കൊടുത്തു. ക്രമേണ അത് ഇന്ത്യൻ പെസൻസിൽ സ്വന്തമാവുകയും അവർക്ക് ഇഷ്ടമുള്ളത്, ഇപ്പം ഞങ്ങളുടെ സ്വന്തം, ഇനി എൻ്റെ കൃഷിയിടത്തിൽ എനിക്ക് ഇഷ്ടമുള്ളത് വിളവെടുക്കാം. ഈ ഇൻഡിഗോ വിളവെടുത്തിട്ട് നമ്മൾ ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവും? ഇല്ല, അത് അവർക്ക് വേണ്ടിയായിരുന്നു. സോ നോ മോർ ഇൻഡിഗോ പ്ലാന്റിങ്. യെസ്, നോ മോർ ഇൻഡിഗോ നൗ they will plant whatever they want. Of course, എന്തൊക്കെ ആയിരിക്കും? യെസ്, നമുക്ക് ആവശ്യമുള്ള ധാന്യങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇൻഡിഗോ വളർത്തി അതിൽ നിന്ന് ഡൈ എടുത്ത് അപ്പോൾ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഇൻഡിഗോ ഷെയർ ക്രോപ്പിംഗ് ഡിസപ്പിയർഡ്, കഴിഞ്ഞു, തീർന്നു, അപ്രത്യക്ഷമായി. ഗാന്ധി നെവർ കണ്ടന്റഡ് ഹിംസെൽഫ്. അപ്പൊ അങ്ങനെ ഇൻഡിഗോ മൂവ്മെന്റ് അവിടെ അവസാനിച്ചു. സോ നൗ യു നോ വെരി വെൽ വാട്ട് വാസ് ഇൻഡിഗോ മൂവ്മെന്റ്, റൈറ്റ്? യെസ്. ആൻഡ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിഗോ മൂവ്മെന്റ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി? വെരി ഗുഡ്. നൗ ഹിയർ വി ഗോ. Gandhi never contented himself with a large political or economic solutions. Okay, സംഭവം വിജയിച്ചു, റെഡിയായി. Politically we are safe now. Economically also they got some money as well, but he was not satisfied. പക്ഷേ ഗാന്ധിജി തീർന്നില്ല, ഗാന്ധിജിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. He saw the cultural and social backwardness in the Chamberan villages and wanted to do something about it immediately. Yes, അപ്പോൾ ഈ ഒരു ഷെയർ ക്രോപ്പിംഗ് പ്രോബ്ലം മാത്രമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്, ബട്ട് ഇറ്റ് വാസ് എ മേജർ പ്രോബ്ലം. നൗ വെൻ ഹി ലുക്ക് ഡീപ്ലി ടു ദ സൊസൈറ്റി ഓർ ടു ദ പീപ്പിൾ, he can see there is social and cultural backwardness. അവിടെ സോഷ്യൽ ആൻഡ് കൾച്ചർ ബാക്ക്വേർഡ്നെസ് കാണാൻ കഴിഞ്ഞു, കുറേ കാര്യങ്ങൾ. സോ now we gonna see what was it. He appealed for the he wanted to do something. സോ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. കൾച്ചർ, സാംസ്കാരികപരമായിട്ടും സാമൂഹികപരമായിട്ടും അവിടെ വീണ്ടും ഒരുപാട് പ്രശ്നങ്ങളും ചൂഷണങ്ങളും നേടിവരുന്ന ഒരു സമൂഹമുണ്ട്, പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേഗം റെമഡീസ് നടത്താൻ തീരുമാനിച്ചു. He appealed for teachers, Mahadev Desai and Narhari Parikh, two young men who had just joined Gandhi as disciples, and their wives volunteered for the work. Several more came from Bombay, Pune and other distant parts of the land. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ടീം വീണ്ടും ലഭിച്ചു. അവരുടെ പേരൊക്കെ അവിടെ ഉണ്ട്. again he is making a team for this next mission. It's a small mission. What was it? It's just clear something, you know. Then Devadas, Gandhi's youngest son, arrived from the ashram, and so did Mrs. Gandhi. Then about Mrs. Gandhiയും ദേവദാസും അദ്ദേഹത്തിന്റെ യങ്ങസ്റ്റ് സണ്ണും കൂടി വന്നു. Primary schools were opened in 6 villages. Kasturbai taught the ashram rules on personal cleanliness and community sanitization. See, അങ്ങനെ അവിടെ ഒരു ചെറിയൊരു സ്കൂളൊക്കെ തുടങ്ങി. ഇത്രയും പേരുണ്ടല്ലോ, ഒരു സ്കൂളൊക്കെ തുടങ്ങി. അവർക്ക് ആശ്രം റൂൾസും അതുപോലെ തന്നെ പേഴ്സണൽ ഹൈജീനിക്കും കമ്മ്യൂണിറ്റി സാനിറ്റൈസേഷൻ ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ കുറവ് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റുമോ എന്നറിയില്ല,
ബീഹാറിൽ ചില ഉള്ളേരിയകളിൽ അല്ലേ, ഗുജറാത്തിലൊക്കെ പേഴ്സണൽ ഹൈജീനിക് കമ്മ്യൂണിറ്റി സാനിറ്റൈസേഷൻ സ്റ്റിൽ എത്ര വർഷമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇപ്പോഴും ഇല്ല. ഐ ആം വെരി സാഡ് ടു സേ ദാറ്റ്. Now, health condition were miserable. Gandhi got a doctor to volunteer his service for 6 months. Then 3 medicine were available: castor oil, quinine and sulfur ointment. Anybody who showed a cotton tongue was given a dose of castor oil. Anybody with malaria fever received quinine plus castor oil. Anybody with skin eruptions received ointment plus. Totally പറയുകയാണെങ്കിൽ ഈ 3 മെഡിസിൻസ് അവിടെ അവൈലബിൾ ആക്കി. അപ്പം ഈ ഒരു ഹെൽത്ത് കണ്ടീഷനും മോശമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷനും അവിടെ കണ്ടെത്തി. അതിന് പിന്നെ ഡോക്ടറെ തന്നെ കിട്ടി, അതുപോലെ തന്നെ ടീമിനെ ഡെവലപ്പ് ചെയ്തെടുത്തു. അപ്പം ജനറലി നമ്മൾ പറഞ്ഞ 2 പാരഗ്രാഫും ഒന്ന് റീഡ് ചെയ്യണം. മീൻസ് അതിലെ പേരുകളും ഓരോരുത്തരുടെ പേരുകളും ആ കാര്യങ്ങളൊക്കെ സ്പെസിഫൈഡ് തന്നെ പഠിക്കണം. ഞാനത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതൊക്കെ സിമ്പിൾ ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവുന്നുള്ളൂ. പക്ഷെ ടോട്ടലി പറയുകയാണെങ്കിൽ അവിടെ ഈ ഒരു ഇൻഡിഗോ ഷെയർ ക്രോപ്പിംഗ് മൂവ്മെന്റിന് ശേഷം തന്നെ ഗാന്ധി പെട്ടെന്ന് ലീവ് ചെയ്തില്ല. അവിടുത്തെ ഈ സോഷ്യൽ കൾച്ചറൽ പ്രോബ്ലംസും ബാക്ക്വേർഡ്നെസ്സും കണ്ടു, പോരായ്മകൾ കണ്ടു. അതിനെ നികത്താൻ വേണ്ടിയിട്ട് വീണ്ടും അദ്ദേഹം ഒരു ടീമിനെ ഉണ്ടാക്കുകയും ഒരു സ്കൂൾ ഉണ്ടാക്കുകയും ഒരു ഡോക്ടറെ വെക്കുകയും അങ്ങനെ 1 by 1 ആയിട്ട് ആ പോരായ്മകൾ നികത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ചുരുക്കം പറയുകയാണെങ്കിൽ ഗാന്ധി നോട്ടീസ്ഡ് the filthy states of women's clothes. He asked Kasturbai to talk to them about it. One woman took Kasturbai into her hut and said, "Look, there is no box or cupboard here for clothes. The sari I am wearing is the only one I have." Yes, അപ്പോൾ ഈ സ്ത്രീകളുടെ വസ്ത്രം ഒക്കെ വളരെ ഡേർട്ടി ആയിട്ടൊക്കെയാണ് കാണപ്പെട്ടത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ കസ്തൂർബായോട് ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു ലേഡി പറഞ്ഞത്, ഒരു എക്സാമ്പിൾ പറയുകയാണ്, അവിടുത്തെ ദാരിദ്ര്യം, അവിടുത്തെ കുറവുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ മാത്രം നമ്മുടെ എഴുത്തുകാരൻ എടുത്തു കാണിക്കുകയാണ്. എനിക്കൊരു സാരിയേ ഉള്ളൂ, ഇവിടെ ഞങ്ങൾക്ക് വാർഡോബോ അല്ലെങ്കിൽ വേറെ മറ്റ് എടുത്തു വയ്ക്കാൻ പറ്റിയ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെ അത്രയും ദാരിദ്ര്യം, കുറവുകൾ, അതാണ് ഇവിടെ ഈ ഒരു പാരഗ്രാഫിലൂടെ കാണിക്കുന്നത്. ഡ്യൂറിംഗ് ഹിസ് ലോങ് സ്റ്റേ ഇൻ ചാമ്പരൻ, ഗാന്ധി kept a long distance watch on the ashram. He sent regular instructions by mail and asked for financial accounts. Once he wrote to the residents that it was time to fill in the old latrine trenches and dig a new one, otherwise the old ones would begin to smell bad. അപ്പോൾ ഇവിടെ ചാമ്പറിലാണെങ്കിലും കൂടിയിട്ട് ആശ്രമത്തിലെ കാര്യങ്ങളൊക്കെ ഡിസ്റ്റന്റ് ആയിട്ട് തന്നെ ഇദ്ദേഹം നിർവഹിക്കുന്നുണ്ടായിരുന്നു. എഴുത്തിലൂടെയും മറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയുണ്ടായിരുന്നു. അദ്ദേഹം അവിടുത്തെ ലാട്രിൻ്റെ ട്രെഞ്ചസ് കുഴിച്ച് മാറ്റി വേറെ ഒന്നും ചെയ്യാനും ഒക്കെ പറയും. അതായത് അവിടെ ഈ ഒരു പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്, ഇപ്പം ഇവിടെ ചാമ്പറിലെ കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിലും ആശ്രമത്തിന് ഡിസ്റ്റൻസ് ആയിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഡ്യൂട്ടിയിൽ ഒരു വീഴ്ച വരുത്തുന്നില്ല, ഒരു എക്സ്ക്യൂസ് ഇല്ല ഗാന്ധിയുടെ ലൈഫിൽ. ഞാനിത് ചെയ്യുന്നുണ്ടെങ്കിൽ അതർ ഹാൻഡ് അവിടെയും അദ്ദേഹം ചെയ്യുന്നുണ്ട്. ദ ചാമ്പരൻ എപ്പിസോഡ് was a turning point in Gandhi's life. What I did, he explained, was a very ordinary thing. I declared that the British could not order me about in my own country. Yes, നമ്മളിപ്പോൾ അവിടെ നിന്ന് അവരെ രക്ഷപ്പെടുത്തുന്നത് ഒരു സാധാ കാര്യമാണ്. ബട്ട് വാട്ട് ഈസ് ദ എക്സ്ട്രാ ഓർഡിനറി തിങ്? യെസ്, I declared the British, I declared that the British could not order me about in my own country. എൻ്റെ രാജ്യത്ത് വന്നിട്ട് എന്നോട് ഞാൻ എവിടെ താമസിക്കണമെന്ന് ഓർഡർ ചെയ്യാൻ നോ, they cannot. ഞങ്ങൾ അനുവദിക്കില്ല, നിങ്ങൾക്ക് കഴിയില്ല. യെസ്, അതാണ് ദ അമേസിങ് തിങ് ആൻഡ് ദാറ്റ് വാസ് ദ ടേണിംഗ് പോയിന്റ്. നമുക്കറിയാൻ പറ്റും ഈ ഇൻഡിഗോ മൂവ്മെന്റ് ആണല്ലോ ഇതിൻ്റെ ഫസ്റ്റ് സമരം. ഇത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒക്കെ ആദ്യ കാലഘട്ടം, പിന്നെയാണ് ബാക്കി സമരങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അവിടെ തന്നെ യെസ്, അതാണ് ടേണിംഗ് പോയിന്റ്. ബട്ട് ചാമ്പരൻ ഡിഡ് നോട്ട് ബിഗിൻസ് ആസ് ആൻ ആക്ട് ഓഫ് ഡിഫെൻസ്. ഇറ്റ് ഗ്രോ ഔട്ട് ഓഫ് ആൻ അറ്റംപ്റ്റ് ടു എലിവിയേറ്റ് ദ ഡിസ്ട്രസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ, പുവർ പെസൻസ്. This was a typical Gandhi pattern. His politics were intertwined with the practical day-to-day problems of the millions. Millions means അത്രയും ജനങ്ങൾ. യെസ്, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ എന്ന് പറയുന്നത് എന്താണ്? യെസ്, വെറുതെ ഒരു തിയറി ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യല്ല. യെസ്, ബൈ ആക്ഷൻ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല, ഇറ്റ് ഈസ് നൈറ്റഡ് വിത്ത് ഓൾ ദ സ്മോൾ പ്രോബ്ലംസ് ഓഫ് ദ പീപ്പിൾ സറൗണ്ടഡ് ഹിം. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. A practical pattern of political life. നമുക്ക് അധികം കാണാൻ പറ്റിയ theoretical pattern of political life. His was not a loyalty to
Yes, his was not a loyalty to abstractions. It was a loyalty to living human beings. പറഞ്ഞു കഴിഞ്ഞു അല്ലെ, Chamberlain movement is not only just a mere satyagraha. It was like അതൊരു വെറും ഒരു ആക്ട് ഓഫ് ഒപ്പോസിഷൻ, ചെറുത്തുനിൽപ്പിന്റെ ഒരു ഇത് മാത്രമായിരുന്നില്ല. ഇറ്റ് വാസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. ഏർലി ഇൻ ദ Chamberlain action, Charles Freer Andrews, the English pacifist who had become a devoted follower of Mahatma Gandhi, came to bid Gandhi farewell before going to a tour of duty to the Fiji Islands. Okay, ആ സമയത്ത് അദ്ദേഹത്തിന്റെ പേരെന്താണ്? ചാൾസ് ഫ്രീർ ആൻഡ്രൂസ്. ഈ ആൻഡ്രൂസ് വന്നിട്ട് ഹീസ് എൻ ഇംഗ്ലീഷ് പെസിഫിസ്റ്റ് പറഞ്ഞാൽ എന്താണ്? പീസ് മേക്കർ അല്ലേ? കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ സംഭവിച്ചത്? അതും ചെറിയൊരു ഇൻസിഡന്റ് കൂടി പറഞ്ഞ് നമ്മുടെ ഇതിവിടെ നിർത്തുകയാണ്. ഗാന്ധിയെ കാണാൻ വന്നിട്ടായിരുന്നു. ഗാന്ധിജീസ് ലോയർ ഫ്രണ്ട്സ് thought it would be a good idea for Andrews to stay in Chamberlain and help them. Andrews was willing if Gandhi agreed. അപ്പം ആ സമയത്ത് ഇദ്ദേഹത്തെ കാണാൻ വന്ന സമയത്ത് നമ്മുടെ മറ്റു ലോയർ ഫ്രണ്ട്സ്, ആ ഒരു കമ്മിറ്റി ടീം അംഗങ്ങളൊക്കെ വിചാരിച്ചു ആൻഡ്രൂ ഒരു ഇംഗ്ലീഷ്കാരനാണല്ലോ, അപ്പം അദ്ദേഹത്തെ നമ്മളെ കൂടെ നിർത്തിയിട്ട് കാരണം അദ്ദേഹത്തിന് ഒരു ഇന്ത്യൻ ജനതയോടൊരു ചായവും, ഒരു പെസിഫിസ്റ്റ് ആണ് അദ്ദേഹം. അതായത് ഒരു സമാധാനം ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ജോയിൻ ചെയ്യും. അത് നല്ലൊരു ഐഡിയ അല്ലേ എന്ന് മുന്നോട്ട് വെച്ചു ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട്. ആൻഡ്രൂസും അതിന് ഓക്കെയാണ്, ഗാന്ധിജി വില്ലിംഗ് ആണെങ്കിൽ. ബട്ട് ഗാന്ധി വാസ് വെഹിമെന്റ്ലി ഒപ്പോസ്ഡ്, തീവ്രമായി തന്നെ അതിനെ എതിർത്തു. ഹി സെഡ്, യു തിങ്ക് ദാറ്റ് ഇൻ ഹിസ് unequal fight it would be helpful if we have an Englishman on our side. This shows the weakness of your heart. നിങ്ങൾ ചിന്തിക്കുന്നത് ഇംഗ്ലീഷ്മാനോടുള്ള ഒപ്പോസിഷൻ, അതിൽ നമ്മുടെ സൈഡിൽ ഒരു ഇംഗ്ലീഷ്മാൻ ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരു സംഭവം എന്നാണ് നിങ്ങൾ വിചാരിച്ചത്. ബട്ട് ഇറ്റ് ഷോസ് ദ വീക്ക്നെസ് ഓഫ് യുവർ ഹാർട്ട്. ഓഫ് കോഴ്സ് നമ്മളുടെ കോൺഫിഡൻറ്റിൻ്റെ കുറവാണല്ലോ അത് കാണിക്കുന്നത്. ദ കോസ് ഈസ് ജസ്റ്റ് and you must rely upon yourselves to win the battle. ഏത് ബാറ്റിൽ ആയാലും അങ്ങനെ തന്നെയാണ്. We have to believe in ourselves, and which gave you the braveness and courage to win the battle. Whether even if it's your examination, you have to believe yourselves. Don't believe in other persons. അല്ലേ? നമ്മൾ മറ്റുള്ളവരെയൊക്കെ നടിച്ച് മറ്റേ എങ്ങനെ അവരുടെ വിശ്വാസം വേണ്ട, നിങ്ങൾ വിശ്വസിച്ചാൽ മതി. You will win. Where? Yes. Now the course is just you must rely upon yourselves to win the battle. You should not seek a prop means a support in Mr. Andrews because he happens to be an Englishman. അത് ശ്രദ്ധിക്കണം. He happens to be an Englishman. അദ്ദേഹം ഒരു ഇംഗ്ലീഷ്മാൻ, അത് അദ്ദേഹത്തിന്റെ തെറ്റല്ല. ബട്ട് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ആൻഡ്രൂസ് എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ സുഹൃത്താണ്. പക്ഷേ അവരൊരു ഇംഗ്ലീഷുകാരനായി ജനിക്കപ്പെട്ടത് കൊണ്ട് മാത്രം നമ്മളെ സഹായിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം അദ്ദേഹം ഒരു ഇംഗ്ലീഷുകാരനാണ് വേണ്ട എന്നല്ല. ഇവിടെ ഇങ്ങനെയാണ് അതിൻ്റെ തിയറി. അതുകൊണ്ട് മാത്രം അത് ശ്രദ്ധിക്കുക കേട്ടോ. നൗ he had read our minds correctly. Rajendra Prasad comments, we had no reply. Gandhiji in this way taught us a lesson in self reliance. ഇതിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കി തന്നത്? സെൽഫ് റിലയൻസ്. യെസ്, നമ്മുടെ സ്വന്തം നിലനിൽപ്പ് അല്ലെങ്കിൽ സെൽഫ് റിലയൻസിന്റെ ഇമ്പോർട്ടൻസ്. ഓഫ് കോഴ്സ് ഇത് പണ്ടത്തെ ആൾക്കാർ പറയാറില്ലേ, നമ്മുടെ കൈ തലക്ക് വെച്ച് കൊടുക്കുമ്പോൾ യു ആർ കോൺഫിഡൻറ്റ് ഇനഫ് ടു സ്ലീപ്പ്. ബട്ട് മറ്റൊരാളെ കയ്യെ തലച്ച് അത്ര കോൺഫിഡൻറ്റ് എനിക്ക് ഓർക്കാൻ പറ്റില്ല, എപ്പോൾ വേണമെങ്കിലും അത് വലിച്ചെടുക്കും. Self-reliance, Indian independence and help to sharecroppers were all bound together. എല്ലാം all bound together. അപ്പോൾ ഇതിലൂടെ എല്ലാം തന്നെ ഇന്നും എപ്പോഴും, അതുകൊണ്ടാണ് എല്ലാ കുട്ടികളോടും എന്നും ജനങ്ങളോടും എല്ലാവരോടും പറഞ്ഞത് നമ്മൾ ഇതൊക്കെ വായിക്കണമെന്ന്. കാര്യം കഴിഞ്ഞ കഥയാണെങ്കിലും ഇതിലൂടെ നമ്മുടെ ജീവിതം sometimes it seems to us as a battle. So from where we get the ideas and the courage and confidence from this history because it's just happened. അത് സംഭവിച്ച കാര്യമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് നമ്മളൊക്കെ പഠിക്കുന്നതും കൂടി. മനസ്സിലായി? ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാ അപ്പോൾ ഷെയർക്രോപ്പേഴ്സിൻ്റെ ഈ ഇംഗ്ലീഷിൽ പഠിപ്പിക്കാൻ തരുന്നു? അത് ഇന്ത്യൻ ഹിസ്റ്ററി പഠിപ്പിക്കുന്നത് പഠിച്ച പോലെ അല്ല, എല്ലാവരും പഠിക്കണം. മനസ്സിലായോ? യെസ്, ഇങ്ങനെയാണല്ലോ നമ്മൾ ഓരോ വിജയവും ഓരോ ബാറ്റിലും നമ്മൾ വിജയത്തിലേക്ക് കൊണ്ടുവരിക. ബാറ്റിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇൻഡിപെൻഡൻസ് ബാറ്റിൽ മാത്രമല്ല, നമ്മുടെ ലൈഫിൽ കുഞ്ഞു ഇൻസിഡൻസ് സംടൈംസ് വി ഫീൽ it's a battle. Oh my God, exam. It's a battle. So how are you going to win it? Yeah, you have all idea from this Indigo chapter actually, guys. So read how much you can, okay? And അതുപോലെ തന്നെ എഴുതുക. അങ്ങനെ ഇൻഡിഗോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. I am very sorry. I think ഇത് 1 മണിക്കൂർ ആയി കഴിഞ്ഞു എന്നൊരു സംശയം. പക്ഷേ I am very sure you're going to enjoy this lesson. So let me wind up here. We will see again with Rat Trap, okay? And all the very best for your exams. And ഈ സ്പിരിറ്റ് നിലനിർത്തുക, okay? Maximum
സ്പീഡാക്കിയിട്ട് നമ്മളെല്ലാം ചാപ്റ്ററും എടുക്കും. നിങ്ങളുടെ കമൻസ് റിക്വസ്റ്റൊക്കെ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ സമയമാണ് എൻ്റെ വില്ലന, പക്ഷെ ഞാൻ അവനെ അങ്ങനെ സെറ്റാക്കി കൊണ്ടുവരണം. ഓക്കെ, സോ സീ യു ഗൈസ് ഓൺ നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.